ഇന്ന് രാവിലെ ഓഫീസിൽ പോകുമ്പോൾ നല്ല മഴയുണ്ടായിരുന്നു. ഏകദേശം ഒരു വർഷക്കാലത്തിന്റെ ആ ഒരു അനുഭവമൊക്കെ എത്തിത്തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ജൂൺ ജൂലൈ ആണല്ലോ മഴക്കാലം. അപ്പൊ ഇങ്ങനെ പോകുന്ന വഴി നമ്മൾ കുറെ സ്കൂൾ ബസ്സുകളും കോളേജ് ബസ്സുകളൊക്കെ പോകുന്നത് കണ്ടു. ഇത് പോകുന്നത് കണ്ടപ്പോൾ എന്നെ കുറെ അധികം പിന്നോട്ടങ്ങ് ചിന്തിപ്പിച്ചു. എന്തിനാണ് സത്യത്തില് നമ്മൾ സ്കൂളിൽ പോകുന്നത്? ഈ ചോദ്യം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, കുറെ കാലങ്ങൾക്ക് മുൻപേ എനിക്ക് തോന്നിയ ഒരു തോന്നലാണ്. അപ്പോൾ നമ്മൾ ആ സമയത്ത് കേൾക്കും സ്കൂളിൽ പോകണം, പഠിക്കണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, എന്നാലേ വലിയ പൈസ ഉണ്ടാക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ജീവിതം മുന്നോട്ട് പോകും, അങ്ങനെ പല പല കഥകൾ കേട്ടിട്ടുണ്ട്. പക്ഷെ എൻ്റെ ഒരു പാതി ജീവിതത്തിന്റെ അടുത്ത് എത്തി നിൽക്കുന്ന ഈ ഒരു സമയത്ത് എനിക്ക് കുറച്ചുകൂടെ ഈ ചോദ്യങ്ങളെയൊക്കെ മറികടക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ പണ്ട് സ്കൂളിൽ പോയി പഠിക്കുന്ന പല കാര്യങ്ങളും, ഇപ്പോൾ മാത്സ് ഇംഗ്ലീഷൊക്കെ അവിടെ നിൽക്കട്ടെ, കാരണം അത് എല്ലാ ദിവസവും ഉപയോഗിക്കുന്നത്. ബാക്കി ഹിസ്റ്ററി, ജോഗ്രഫി, ഇങ്ങനെ പല പല സാധനങ്ങൾ എന്തിനാ പഠിക്കണേന്ന് ഇതുവരെയായിട്ട് എനിക്ക് മനസ്സിലായിട്ടില്ല. കെമിസ്ട്രി, പിന്നെ കോസ് തീറ്റ, ടാൻ തീറ്റ എന്നൊക്കെ പറയുന്ന മാത്സിലെ കാര്യങ്ങൾ, ബേസിക് കൂട്ടാനും കുറയ്ക്കാനും ഡിവൈഡ് ചെയ്യാനും മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ അറിയണം. അത് കഴിഞ്ഞ് ഈ പഠിക്കുന്നതൊക്കെ എന്തിനാണെന്ന് പോലും മനസ്സിലായിട്ടില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വികസിത രാജ്യങ്ങളൊക്കെ ഇത് മനസ്സിലാക്കി അഭിരുചിക്ക് അനുസരിച്ചുള്ള വിഷയങ്ങൾ തിരഞ്ഞെടുത്ത് പഠിക്കാനുള്ള വേദികൾ ഒരുക്കി തുടങ്ങി. പക്ഷേ നമ്മളുടെ അവിടെ ഇപ്പോഴും അതെ ഈ പഴയകാല സിസ്റ്റത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഒരേ ഒരു കാരണം, ഈ കോർപ്പറേറ്റ് കമ്പനികളുടെ 9 to 6 ജോബുകൾ ഒരു ശീലമാക്കാനാണെന്ന് പറഞ്ഞാൽ എത്ര പേര് സമ്മതിക്കും?